ചേട്ടൻ ഈ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം. ഇതൊക്കെ പഴഞ്ചനാ. ഞാൻ പുതിയ സ്റ്റൈൽ ചെയ്തു തരാം. നിന്റെ പൂന സ്റ്റൈലായിരിക്കും. ആ ചീപ്പി തന്നെ നേരെ ഇരിക്കെ. വേണ്ട, നീ എന്നെ മുടിയൊക്കെ ചീത്തയാക്കും. ചേട്ടൻ അടങ്ങിയിരിക്കേ. വേണ്ടേ. എങ്ങനെ ജീവിട്ട് ശരിയാവുന്നില്ല. ശരിക്കും ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു വാലിന്റെ വെറുതെ ഉള്ളൂ. എനിക്ക് വേറെ ജോലിയുണ്ട്. അയ്യോ, ഒരു നരച്ചമുടി. ആ ബുദ്ധിയുള്ളവന്റെ മുടിയൊക്കെ നരയ്ക്കും. അല്ല നിന്നെ പോലെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ മതി. തലമുടി ചീ തരാനും നരച്ചമുടി ഡൈ തരാനും ഒരു പെണ്ണിനെ കെട്ടിയാ വല്ല പാടുണ്ടോ? നിനക്കൊരു ബിസിനസ് മൈൻഡ് ഇല്ലല്ലോ. ഇതൊക്കെ ചെയ്യാൻ ഒരു പെണ്ണ് കിട്ടണോ? ശമ്പളത്തിന് ഒരു പെണ്ണിനെ നിർത്തിയാ പോരെ? അതല്ലേ നമുക്ക് ലാഭം. അങ്ങനൊന്നും ലാഭിക്കണ്ട. ഇതിനൊക്കെ പറ്റിയ ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ചേട്ടന്റെ സമ്മതം കിട്ടിയാൽ മാത്രം മതി. ചേട്ടൻ എന്താ ആരാന്ന് ചോദിക്കാത്തെ? നിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമേ എന്റെ വിവാഹത്തെ കുറിച്ച് ഞാൻ ആലോചിക്കൂ. ഇനി എപ്പോഴാ മൂക്കി പല്ല് വന്നിട്ടോ? നീ ഇതുവരെ ഉറങ്ങിയില്ലേ? എനിക്ക് അവിടെ കിടക്കാൻ പേടിയാവുന്നു. ഞാൻ ചേട്ടന്റെ കൂടെ കിടന്നോളാം. പേടിയോ? അപ്പൊ നീ ഹോസ്റ്റലിൽ എന്ത് ചെയ്യായിരുന്നു? ഹോസ്റ്റലിൽ ഞങ്ങൾ ഒരു മുറിയിൽ രണ്ടുപേരായിരുന്നു. ഒറ്റയ്ക്ക് കിടന്ന് പഠിക്കണം, അല്ലാതെ കൊച്ചുകുട്ടികളെ പോലെ. ഞാൻ ചേട്ടന്റെ കൊച്ചുകുട്ടിയല്ലേ? കിടന്നോ. ഇത്ര അടുത്ത് കിടന്നാൽ എങ്ങനെ? എനിക്ക് കിടക്കണ്ടേ? കുറച്ചങ്ങോട്ട് നീ കിടക്കും. മതിയോ? എന്താ മീര ഇത്? ലൈറ്റ് ഓൺ ചെയ്തേ. ചേട്ടൻ ഇങ്ങനെ ലൈറ്റ് ഇട്ട് വായിച്ചോണ്ടിരുന്ന എനിക്ക് ഉറക്കം വരത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? മര്യാദ കിടന്നില്ല, ഞാൻ അപ്പുറത്തോണ്ട് കിടത്തും. ലൈറ്റ് ഓൺ ചെയ്തേ. നിന്നെ കാണാതായപ്പോ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാൻ തുടങ്ങായിരുന്നു. അതെങ്ങനെയാ? കാറും എടുത്തോണ്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോ അച്ഛന്റെ സ്ഥിരം പല്ലവി തുടങ്ങും. പെട്രോളിന്റെ കണക്ക് കുറച്ചില്ല. എടോ, താനിങ്ങി വന്നേ. താൻ പോയി ഒരു ഐടെക്സ് വാങ്ങിച്ചിട്ടാ. ഐടെക്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? കൺമഷി. ദേ ഒരിടത്ത് വാങ്ങിച്ചോ. നമ്മുടെ ജീപ്പ് എടുത്തോണ്ട് വെക്കോ. വേഗം വരണോട്ടാ. നീ വാ. നിനക്ക് യാതൊരു മാനസും ഇല്ല. എന്താടി? ഡ്രൈവർ ആണെങ്കിൽ എടാ പോടാന്നൊക്കെ വിളിക്കാൻ കൊള്ളാവോ? ഇവരോടൊക്കെ ഇങ്ങനെ വേണം പെരുമാറാൻ. ഇല്ല തലേ കയറും. ഒരു സ്വഭാവം. നാളെ ഞാനും ചേട്ടനും കൂടി ഷിക്കാറിന് ഒരു പ്രോഗ്രാം ഇട്ടിട്ടുണ്ട്. കൂടെ നീയും വരണം. രാത്രിയിലോ? രാത്രിയിലല്ലേ, പകല്. നമുക്ക് ഒരുമിച്ച് പോവാം.
ഞാനില്ല, നിങ്ങൾ പോയാ മതി. നിനക്ക് ചേട്ടനോട് പ്രേമമുണ്ട് എന്ന ചേട്ടൻ മുമ്പിലോട്ട് വരികയില്ല. ദേ പെണ്ണെ, ഞാൻ പറയണ പോലെ അങ്ങ് കേട്ടേച്ചാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ആ പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ബ്രോക്കർ ജോലിക്ക് എനിക്ക് 10% കമ്മീഷൻ തരണം. ഒന്ന് പോടി ഓർന്ന്. സാർ, ഐറ്റംസ് കൊണ്ടുവരട്ടെ? ചിക്കൻ അല്ല മസ്ക. ഇനി വല്ല ഐറ്റംസും വേണോ? ഒരു ഐറ്റംസും വേണ്ട. വല്ല വാത്ത് ഐറ്റംസോ ഡക്ക് ഐറ്റംസോ? തെക്കും വേണ്ട, സ്റ്റീരിയോയും വേണ്ട. താനൊന്ന് പോയട്ടെ. ഡ്രൈവറോടൊന്ന് വരാൻ പറ. ദേവിയേ, നിന്നെ സാറ് വിളിക്കുന്നു. എന്താ സാർ? നീ ഊണ് കഴിച്ചോ? കഴിച്ചു. എന്നാ പോയി കിടന്ന് ഉറങ്ങും. അവനെ നാളെ രാവിലെ ഹണ്ടിങ്ങിന് പോകാനുള്ളതാ. ആ ജീപ്പ് കണ്ടീഷൻ ആണല്ലോ? അതെ. ആ, രാവിലെ ആരാണ് ഹണ്ടിങ്ങിന് പോകുന്നത്? നോട്ട് ഫോർ ഹണ്ടിങ്. മീരയ്ക്ക് സ്ഥലമൊക്കെ ഒന്ന് കാണണം. ഒരു മിനി പിക്നിക്. നീ വരുന്നോ? അപ്പൊ ഇൻകം ടാക്സിന്റെ കാര്യത്തിന് ആര് പോകും? ഓ, ഞാനതങ്ങ് മറന്നുപോയി. അല്ല, കുറെ നേരമായാലേ തുടങ്ങിയിട്ട് നിർത്താറായില്ലേ? എനിക്ക് ഉറക്കം വരുന്നു. നീ പോയി ഇറങ്ങിക്കോ. അത് പറ്റില്ല, ചേട്ടനും വരണം. ഞാൻ വന്നേക്കാം, നീ പോയിക്കോ. ദേ, ഈ ഡേറ്റ് കുറെ കൂടുന്നുണ്ട്. ഇങ്ങനെ പോയാലേ ഞാനും ഒരു ദിവസം അടിച്ച് ഫിറ്റ് ആയിട്ട് കയറി വരും. അടിച്ചതിന്റെ സിൽവർ ആളുകളെയും. ലാലേട്ടാ, ചേട്ടന് നേരെയാക്കണമെങ്കിൽ ചേട്ടനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം. ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്ന ലക്ഷണമില്ല. ഞാൻ പറയാഞ്ഞിട്ടാണോ? കേക്കണ്ടേ? അല്ലടേ? പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ചേട്ടനൊന്ന് സമ്മതം മൂടിയാൽ മാത്രം മതി. പാർട്ടി ഏതാണെന്ന് എനിക്കറിയോ? നമ്മുടെ പലിശയുടെ ബാക്കിയാ. ഇവളുടെ ഫ്രണ്ട് പ്രിയ. നല്ല കുട്ടിയാണല്ലോടാ. എന്നാ നിനക്ക് നോട്ടുണ്ടോ? നീ ചുമ്മാ ഒന്ന് പോടെ. എന്തായാലും ചേട്ടനെ കൊണ്ട് ഞാൻ അവളെ കെട്ടിക്കും. അത് തീർച്ചയാണ്. എന്ത് ബെസ്റ്റ് ക്യാരക്ടർ ആണെന്നറിയാമോ? നല്ല ഫസ്റ്റ് ക്ലാസ് ക്യാരക്ടറാണ്. നിന്റെ ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കും. അപ്പേ സാറെന്തെങ്കിലും ഒറ്റയ്ക്ക് നടക്കുന്നേ? അമേരിക്കൻ റിട്ടേൺ ഹരിദാസിനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരേ പന്തലിൽ ഒരു സമൂഹ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുക. അല്ലടാ? നീ വെക്കണം തുടങ്ങിക്കോ. രാവിലെ പോകണല്ലേ? ചേട്ടൻ വന്നിട്ടേ ഉള്ളൂ. ഞാൻ വന്നേക്കാന്നേ. ലാലേട്ടാ, ഒന്ന് നിർത്ത്. ഞാൻ ഇതോടെ നിർത്തി. ഇനി കോക്ടെയിൽ ഐറ്റംസ് ഒന്ന് എടുത്തോണ്ട് പോടോ. ഒരു കോക്ടെയിൽ. ഞാൻ പോട്ടെ.